സ്ലിപ്പായി പോണ്ട പടച്ച ഒരു കല്ലും കൈ പോയി പിടിച്ചോ അതാവുന്നോ. അപ്പൊ അത് നമുക്ക് യോഗ ഇല്ലാന്ന് വെച്ചു അതാണ്. മൻസൂർ മട്ടാമ്പുറത്തിനെയും കൂട്ടിട്ട് നേരെ പോയ സ്ഥലം എവിടെയാന്നറിയോ? തലശ്ശേരി കടൽപ്പാലത്തിനടുത്ത് നല്ല അടിപൊളി ഇറച്ചിച്ചോറും കല്ലുമുക്കായി പൊരിച്ചതും കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, നബീസുമ്മാന്റെ ഫാമിലി കഫേ. ഇത് കാണിച്ചു ഈ ചങ്ങായിനെയാ. അങ്ങനെ നബീസുമ്മാന്റെ കൈ കൊണ്ടുണ്ടാക്കി ഇറച്ചിച്ചോറും കല്ലുമുക്കായി പൊരിച്ചെടുത്ത് തെരമാല എണ്ണിയോണ്ട് കല്ലിന്റെ മുകളിൽ ഇരുന്ന് നല്ലൊരു അടിപൊളി വൈബങ് ഉണ്ടാക്കി. ഇജാതി വൈബിങ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തലശ്ശേരി കടൽപ്പാലത്തിന്റെ അടുത്ത് തന്നെ വരണം. ഇറങ്ങുമ്പോൾ നോക്കിയിട്ട് നീക്കോ കാല് കുത്തി വീഴണ്ട. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിലെ കഥാനായിക നബീസുമ്മ. ഒരു തളിക നിറച്ചും എരിവുള്ള മുട്ടയും പൊരിച്ചു വെച്ചിന് ഒരു പൊരിച്ച മുട്ട എടുത്തിട്ട് ഇറച്ചിച്ചോറിൽ വെച്ച് അങ്ങ് വെച്ച് കീറി കഴിച്ചോണ്ടിരിക്കുമ്പോ കായ് പൊരിച്ചെടുക്കട്ടെ എന്ന് നബീസുമ്മ. അള്ളാന്റെ ഉമ്മ കായ് പൊരിച്ചതിന്റെ നീളം കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയി. കൂടെ കഴിക്കാൻ ബീഫും ഉണ്ടെന്നാണ് നബീസുമ്മ പറഞ്ഞ്. എല്ലാ മനസ്സൂരെ കുറെ നേരം കത്തി അടിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് നിർത്തോ, ഇനിയിപ്പോ കത്തി കണ്ടുപിടിച്ച ഈ ചങ്ങായിരിക്കും. അപ്പൊ സ്പോട്ട് വരുന്നത് തലശ്ശേരി കടൽപ്പാലം കഴിഞ്ഞ് നബീസുമ്മന്റെ ഫാമിലി കഫേ. എന്താ രസം.